ടൈമിലൊക്കെ. പക്ഷെ നമുക്ക് എന്താ പറയുക, യോഗ ഇല്ല, പഠിക്കാനും അങ്ങനെ ജീവിക്കാനും ഇനി ടീച്ചറായി പോകാനും ഒന്നിനൊരു യോഗ ഇല്ലാത്തൊരു എന്താ പറയുക ജന്മമാണ് എൻ്റെത്. അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ പോട്ടെ, സ്വന്തം മക്കളൊപ്പം നിൽക്കാനുള്ളൊരു യോഗം പോലും ഇല്ല. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ല, ഇന്ന് വീഡിയോ അധികം നിർത്തിട്ടില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ ചാർജ് ഇല്ല, അത് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ ഞാൻ കുറച്ച് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. മോൾക്ക് രാവിലെ ട്യൂഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾക്ക് രാവിലെ പോകുമ്പോഴേക്ക് ചോറും കറിയും ചായയും കടിയും ഒക്കെ ആവണ്ടേ. 6:45 6:30 കഴിഞ്ഞാൽ ഇവിടുന്ന് പോകും കേട്ടോ. കുറേ ദൂരമുണ്ട്, കോലുപ്പാലം വരെ നടക്കണം. അരമണിക്കൂർ നടന്നിട്ട് വേണം ബസ് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ രാവിലെ ഞാൻ ചോറ് കുക്കറിലാണ് വെക്കുക. കുക്കറിൽ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കേട്ടോ, റേഷൻ അരിയാണ്. അതുകൊണ്ട് ഒരു വിസിലടിച്ചാൽ തന്നെ മതി. വിസിലടിച്ചിട്ട് പിന്നെ നമ്മൾ പ്രഷർ പോകാൻ വേണ്ടി കാത്തു നിൽക്കില്ല. കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പ്രഷർ ടാപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ചിട്ടേ പ്രഷറൊക്കെ കളഞ്ഞിട്ട് ആക്കുക ചെയ്യട്ടെ. അപ്പോൾ ചായക്കടിക്ക് വേണ്ടിയിട്ട് പുട്ടാണ്. പുട്ട് ഞാൻ എന്താ പറയുക, കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണ് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ഇവിടെ വെയിലിന് പൊടിച്ചിട്ട് അരി വെയിലത്തിട്ട് പൊടിച്ചിട്ടൊക്കെ പുട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ പിന്നെ അധികം ഇങ്ങനെ പുട്ടുപൊടി വാങ്ങല. കുറച്ച് അരിയല്ലേ റേഷൻ കടയിൽ നിന്ന് കിട്ടുള്ളൂ. ഞങ്ങൾ AAY ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് അരിയൊക്കെ ഉണ്ട്. ആ അരി നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ അരിക്കുകയാണ് ചെയ്യട്ടോ. അപ്പോൾ സോയാബീനാണ് മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊരിക്കാൻ വിചാരിക്കുന്നത്. മോൾ പറഞ്ഞ് സോയാബീൻ മതി. അതൊക്കെ തന്നെ രാവിലെ ആവുള്ളൂ, എളുപ്പം. ഉള്ളിയും കിഴങ്ങ്, സോയാബീൻ, തക്കാളി കറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ മറ്റേ കുട്ടികളും കൂടി ഷെയർ ചെയ്യുമ്പോൾ വേറെ കറികളും കിട്ടും, അതുകൊണ്ട് അത് മതി എന്ന് പറയും. അമ്മ വെച്ചൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണെന്ന് അറിയട്ടോ മോള്. അപ്പോൾ ചിലപ്പോൾ ഞാൻ വയ്ക്കുന്ന കറി ഉള്ളിയും കിഴങ്ങൊന്നും അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും കുട്ടികൾ വേറെ കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അമ്മ SP ആണെന്ന് പറയും എന്നോട്. അപ്പോൾ എന്താ പറയുക, ഇന്നലെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ വിരുന്നായിരുന്നു. അപ്പോൾ അവരവിടുന്ന് കുറച്ച് ചിക്കൻ്റെ ഗ്രേവി കറി ഇല്ലേ, അതായിരുന്നു പൊരിച്ചിട്ട് ഇട്ട കറി. നല്ല ടേസ്റ്റ് ആയിരുന്നിട്ട് അത് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പുട്ടിലേക്ക് ഞാൻ അത് തന്നെയാണ് ചൂടാക്കി കൊടുത്തത്. അപ്പോൾ മോള് പുട്ടും എന്താ പറയുക ഇറച്ചിക്കറിയും കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ അതാ ഇതിൽ ഞാൻ സോയാബീൻ പൊരിക്കുക കേട്ടോ. അത് എപ്പോഴെങ്കിലൊക്കെ ഈ പാത്രം എടുക്കുള്ളൂ, കുറേ ഉണ്ടെങ്കിലേ നമ്മൾ ഈ പാത്രം എടുക്കുള്ളൂ. അല്ലെങ്കിൽ പഴയൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക കേട്ടോ, കുറച്ച് സാധനമൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇവർക്കും കൊണ്ടുപോകണം, പിന്നെ തുമ്പിക്ക് കൊണ്ടുപോകണം, ചേച്ചിക്ക് കൊണ്ടുപോകണം, പിന്നെ 2 കുട്ടികൾ കൂടി ഉണ്ട്, എല്ലാവർക്കും കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ വലിയ പാത്രമാകുമ്പോൾ ഇതിലാണ് ഞാൻ ഉണ്ടാക്കൽ. സോയാബീൻ പൊരിച്ചത് അധികമൊന്നും കൊടുക്കലില്ല കേട്ടോ. ആൺകുട്ടികൾക്ക് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ടേ മക്കൾക്ക് അധികം കൊടുക്കൂല. മോൾക്കാണ് അധികം സോയാബീൻ കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ മോള് മാറ്റുമ്പോൾ അങ്ങോട്ട് തന്നെ കൊണ്ടു കൊടുത്താൽ അല്ലെങ്കിൽ അവൾ കഴിക്കാണ്ട് പോവും. അപ്പോൾ പിന്നെ ടേബിളിലേക്കൊന്നും നടക്കൊന്നുമില്ല. മാറ്റിനോട് തിരുന്നാണ്ട് കഴിച്ച് മുടിയെട്ടി കഴിഞ്ഞിട്ടില്ല. മുടിയെട്ടാൻ കുറേ സമയം എടുക്കൂട്ടാ. ഞാൻ പറയാം, എൻ്റെ ഈ മുടിയൊക്കെ വെട്ടിയിട്ട് ഒരുപാട് മുടി ഉണ്ടായിരുന്നു, ഒക്കെ വെട്ടി കളഞ്ഞിട്ട് കല്യാണം ആയപ്പോൾ ലെയർ കട്ടിങ്ങാന്ന് പറഞ്ഞിട്ട് വെട്ടി കളഞ്ഞതാണ്. അപ്പോൾ ഇപ്പം മുടി കെട്ടാൻ കുറേ സമയം എടുക്കൂട്ടാ മോൾക്ക്. ഞാൻ പറയും, ഈ മുടി കെട്ടാനെത്താനിട്ട് നുള്ളി പിടിക്കുന്ന കാരണമാണ് ഇത്ര ടൈം എടുക്കണത്. അപ്പോൾ സോയാബീൻ നല്ലോണം മൂക്കണ്ട കേട്ടോ, ഈ ഒരു പാകത്തിനാണ് എടുക്കുക. കണ്ണൻ്റെ പിറന്നാളാണ്, അമ്പലത്തിൽ പോയി വന്ന്. കണ്ണ സ്കൂളിലേക്ക് പോയി. അപ്പൊ അമ്മ പണിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് ആക്കി കൊടുക്കാൻ പോവുകയാണ്. ഞാൻ പൊറ്റയ്ക്ക് പോകണം. വെള്ളം കുപ്പി കൊടുത്താണ്. കുട്ടികളൊക്കെ പോയി. എന്നാ കണ്ണ അതിൽ വെച്ചോ, വേവാ ചോറ് ധരിക്കണേ പ്രിയരെ. എന്തെടുക്കാന് ഞാനെടുത്ത് കൊണ്ട കൊടുത്തില്ലല്ലോ അന്ന്. മീൻ പൊരിച്ച് മാത്രം കൊണ്ടുപോകും. മീൻ പൊരിച്ചിട്ട് അത് കൊടുത്തിക്കണോ? ഞാനെന്നെ മീൻ പൊരിച്ചിരുന്നു. മീൻ പൊരിച്ചാണ് പാത്രത്തിലുണ്ട്. ചോറ് പടിയുണ്ട്. ഞാൻ ചോറാക്കിയിരിക്കും. എന്നാൽ നീ മീൻ എടുത്തിട്ട് പോയിക്കോളും വിചാരിക്കും. അത് സാരില്ല, എന്താ കുട്ടിയുടെ പറഞ്ഞാലല്ലോ, ഓൾക്കൊന്നും മീൻ കൂട്ടണ്ട. മീനും കൂട്ടണ്ട, ചോറും കൂട്ടണ്ട, കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനെല്ലാം ഉണ്ടാക്കിയിരുന്നു, കൊണ്ടുപോകാത്തോണ്ടല്ലേ. ഇപ്പൊ ഇതായിട്ട് അമ്പലത്തിൽ പോയിക്കോളും. ഇപ്പൊ സ്കൂളിലേക്ക് പോവല്ലേ. അപ്പൊ അമ്മമ്മോടൊന്നും വെക്കിയിട്ടില്ല. കുഞ്ഞു കൈ കാട്ടും ഒക്കെ പോയി. എങ്ങനെയുണ്ട് പായസം അമ്പലത്തെ? എന്റെ അഞ്ഞും കാട്ട്. നീ ഞാൻ കുട്ടികളെ പായസം നല്ല അടി. അപ്പൊ ഇതിന്റെ മെഷീനാണ് കേട്ടോ, പഴയ മെഷീനാണ്.
ഞാൻ ആദ്യമൊക്കെ തയ്ക്കുമായിരുന്നു കേട്ടോ. കണ്ണിന് കംപ്ലൈന്റ് ഇല്ലാത്ത കാലത്ത് എല്ലാം തയ്ക്കാൻ എനിക്കറിയായിരുന്നു. ഞാൻ യൂണിഫോമും ഒക്കെ തയ്ച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ ആ കേസില്ലേ ആ സാധനം അടിക്കുമ്പോഴേക്ക് പൊട്ടത്. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ മെഷീനൊക്കെ ചേച്ചി കൊണ്ടുവരുന്നു അവളത് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന് വരുന്നതിന്റെ മുന്നേ തന്നെ എന്തെങ്കിലുമൊക്കെ കീറിയതും സ്റ്റിച്ച് വിട്ടതൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ മെഷീൻ വാങ്ങിയതാണ്. അപ്പൊ വാങ്ങുമ്പോ അവര് ഇട്ടിരുന്ന കേസ് ഇത് എന്താ മോഡേൺ മെഷീന്റെ എത്ര ഇത്. അപ്പൊ നമ്മളിത് അടിക്കുമ്പോ ഇത് ഇങ്ങനെ പൊട്ടുക. അപ്പൊ ഞാൻ കടയിൽ ചെന്ന് ചോദിച്ചത് ഇങ്ങനെ പൊട്ടുകയാണ് കാരണം എനിക്ക് സ്റ്റിച്ച് ആക്കാൻ പറ്റണില്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞത് ഇത് നിങ്ങളുടെ ഈ കേസിന് കേടൊന്നുമില്ല, പക്ഷെ അത് മോഡേൺ മെഷീന്റെ ആയതുകൊണ്ടാണ് പുതിയൊരു കേസ് വാങ്ങിയിട്ട് 50 രൂപയായി ഇതിന്. അപ്പൊ ഞാനതൊന്ന് ഇട്ട് നോക്കട്ടെ. ഞാനിപ്പോ കൂടുതലായിട്ടൊന്നും തയ്ക്കലൊന്നുമില്ല. ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ, മറ്റേ കണ്ണിന്റെ കാഴ്ച കൃഷ്ണമണിക്കൊക്കെ പ്രശ്നം വന്നതല്ലേ. അപ്പൊ ഞാന് ഇത് എന്താ പറയാ ഒരു ചുരിദാറ് ഉണ്ട് അമ്മയുടെ അനിയത്തി ഓണത്തിന് എടുത്താൽ ഷേപ്പ് ആക്കട്ടെ വെച്ചിട്ട്. അപ്പൊ അതിന് വേണ്ടി വാങ്ങിയ. പുറത്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിനും വേണ്ടി ഒരു 100 രൂപ കൊടുക്കുക. അപ്പൊ നമ്മളത് ഇപ്പൊ സ്റ്റിച്ചിങ് നന്നായാലും നന്നായില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ലല്ലോ. അത് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ ഇതാണ് കേട്ടോ അമ്മയുടെ അനിയത്തി ഇന്നമ്മന്നാ ഞങ്ങള് പറയേ. അപ്പൊ ഓണായപ്പോഴേ അതിൽ കൂടെ മാക്സിക്കാരൻ വന്നപ്പോ ഒരു ടോപ്പ് എടുത്തതാണ്, ഒരു മാക്സി ടോപ്പ്. മാക്സി ടോപ്പ് അല്ല, വീട്ടിലിരുന്ന് ഇങ്ങനത്തെ ടോപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി സംഭവം. അപ്പൊ കണ്ണിന് നല്ല കാഴ്ചകളാണ് ഞാൻ എല്ലാം തയ്ച്ചെടുക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഉപജീവന മാർഗമായിട്ട് അത് മതിയായിരുന്നു. യൂണിഫോമും ചുരിദാറും ജാക്കറ്റും ഒക്കെ തയ്ക്കായിരുന്നു കേട്ടാ. അടുത്തുള്ളവർക്കൊക്കെ തയ്ക്കുക, എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു ഞാൻ തയ്ക്കുന്നതൊക്കെ. നേരം ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ തരുമായിരുന്നുള്ളൂ അടിക്കുന്ന വെക്കേഷൻ ടൈമിലൊക്കെ. പക്ഷെ നമുക്ക് എന്താ പറയാ യോഗ ഇല്ല അടിക്കാനും അങ്ങനെ ജീവിക്കാനും ഇനി ടീച്ചറായി പോകാനും ഒന്നിനൊരു യോഗ ഇല്ലാത്തൊരു എന്താ പറയാ ജന്മാണ് എൻ്റെത്. അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ പോട്ടെ, സ്വന്തം മക്കളൊപ്പം നിൽക്കാനുള്ളൊരു യോഗം പോലും ഇല്ല. 2 ആൾ അവിടെ 2 ആൾ ഇവിടെ, അങ്ങനത്തെ ഒക്കെ ഒരു ലൈഫാണ്. എന്താ ഇങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഇതൊന്ന് അടിച്ചു നോക്കട്ടെ ട്ടാ. സ്റ്റിച്ച് പൊട്ടിയിട്ട് തീരെ അടിക്കാനേ പറ്റൂലായിരുന്നു. ഇനി എന്താ പാടാവും, ഇതെന്തും ശരിയായാൽ മതിയാണ്. എന്താ നല്ലൊന്നും അടിക്കില്ലെങ്കിൽ നമ്മൾ കീറിയതൊക്കെ ആയിട്ട് എടുത്തുള്ളൂ കൊണ്ടോണ്ടല്ലോ. നമുക്ക് തന്നെ ഒന്ന് ഷേപ്പ് ആക്കാനും അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. അതിനിപ്പോ ഒരുപാടൊന്നും കാണണ്ടല്ലോ. കുറെ കാലം തയ്ച്ച് പരിചയമുള്ളത് കൊണ്ട് നോക്കാതെയും തയ്ക്കാന്ന് പറഞ്ഞ ഐഡിയാണ്. എന്തായാലും നോക്കട്ടെ ട്ടാ. അപ്പൊ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താ പറയാ അത് കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. സ്റ്റിച്ചിങ് ഒക്കെ ശരിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും ഭാഗ്യം, അത് കൊണ്ടോണ്ടല്ലോ. ഈ ബുദ്ധിമുട്ടാണ് എല്ലാറ്റിനും സത്യം പറഞ്ഞാൽ. ഇതിനു വേണ്ടിയിട്ട് മോളുടെ ഡ്രസ്സൊക്കെ ഒന്ന് വിട്ടതൊക്കെ അടിക്കാണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഇവിടെ നമ്മൾ തയ്ക്കുക എന്നുള്ളതിന് അടിക്കുക എന്നാണ് കേട്ടോ പറയും. മലപ്പുറം ജില്ലയിൽ ഈ ഭാഗത്ത് തിരൂരൊക്കെ, എല്ലായിടത്തും എന്താ പറയുക എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.